എന്താടാ പറ്റിയേ? അതൊരു വലിയ കഥ ചേട്ടാ. ഞാൻ വിളിച്ചപ്പോ തന്നെ വന്നേനെ. താങ്ക് യു. വലിയ കഥയോ? വലിയ കഥയാ. അല്ല, ചെറിയ കാര്യോ. അതൊന്നുമില്ല, വിട്ടേക്ക്. ഒന്നുമില്ലെങ്കിൽ ഓക്കെ. നിനക്കെന്താ എത്ര ടെൻഷൻ? എനി പ്രോബ്ലം? ചേട്ടാ, ഇതുവരെയൊക്കെ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയാതെ അതൊക്കെ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇത്തവണ ഞാൻ പറയുന്നൊന്ന് കേക്ക്, എന്നൊന്ന് വിശ്വസിക്കേ. ചേട്ടാ, വിക്രാന്ത് ചേട്ടാ, ആരതി, നിങ്ങൾ രണ്ടും കൂടെ എങ്ങോട്ട് പോയതാ? വിക്രാന്ത് എന്ത് പറയാൻ ഓടി വന്നത്? ഐ മീൻ, ആ കാറ് സ്പീഡിൽ വരുന്നത് ഞാൻ കണ്ടതാ. അത് മാത്രമല്ല, അവൻ ഒട്ടും ശ്രദ്ധിക്കാതെ അങ്ങോട്ടേക്ക് ഓടി വന്നതും. അത്രയ്ക്കും അത്യാവശ്യം എന്തായിരുന്നു? അവൻ അത്രയും ടെൻഷനിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടാളും കൂടെ എങ്ങോട്ടാ പോയത്? ഞാൻ ആ കാര്യം അവന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നപ്പോഴേ ചോദിക്കാൻ തുടങ്ങിയതാ. പക്ഷെ അപ്പോഴും എന്നോടവൻ ഡിഫറെന്റ് ആയിട്ടാ സംസാരിച്ചത്. എനിക്കപ്പോ ഒന്നും മനസ്സിലായില്ല. ഞാൻ അപ്പൊ തന്നെ അവനോട് എല്ലാ കാര്യവും ചോദിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ അവൻ ഈ അവസ്ഥ വരില്ലായിരുന്നു. ഡാം ഇറ്റ്. അഹങ്കാരി, ഞാൻ നിന്നോട് എത്ര തവണ ചോദിക്കുന്നു, എത്ര പറഞ്ഞാലും ആ റിമോട്ട് തരില്ല അല്ലേ? ഞാൻ നിന്റെ ചേച്ചിയാടി, റെസ്പെക്ട് തരണം എനിക്ക്. നിനക്കതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഒന്നും ചെയ്തു തരാത്തെ. നീയേ വലിയൊരു ഡ്രാമ ക്യൂൻ തന്നെ. നോക്ക്, റിമോട്ട് തരുന്നുണ്ടോ ഇല്ലയോ? തരത്തില്ല. നീ എന്താന്ന് വെച്ചാ പോയി ചെയ്യും. പേടിപ്പിക്കണോ? അമ്മേ, അമ്മേ, അമ്മേ. ഓ, എന്തോ പിള്ളേർ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ. എപ്പോ നോക്കിയാലും രണ്ടുകൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കണത്. ഒന്ന് അടങ്ങിയിരിക്കും പിള്ളേരെ. അഞ്ചു, അടങ്ങിയിരിക്കും. അടങ്ങി, നിന്നോട് പറഞ്ഞു അടങ്ങിയിരിക്കാൻ. പറഞ്ഞ കേക്കില്ല. എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? അമ്മേ, ഇവൾക്ക് അഹങ്കാരം കൂടുതലാ. ഞാൻ അമ്മയെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞു. അവക്ക് മാത്രമല്ല, നിനക്കും അതന്നെ. ഇനി ഇവിടെ TV റിമോട്ട് ഇല്ല. ഉണ്ടായിരിക്കും പിള്ളേരെ. എവിടെ നിന്റെ ചേച്ചി? ഓ, എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ തർക്കത്തിന് മാത്രമേ പിള്ളേര് പറയത്തുള്ളൂ. നിന്നെ ഉണ്ടല്ലോ ഞാൻ. എന്നാടി? അത് പിന്നെ അമ്മ, എനിക്ക് അറിയില്ല. ഇവിടെ എവിടെങ്കിലും തന്നെ ഉണ്ടാവുമല്ലോ. എന്താ പ്രമി, എന്താ പറ്റി? എന്തിനാ ദേഷ്യപ്പെടുന്നു? ഇവരെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാലേ അതിനുള്ള മറുപടിയല്ല ഇവര് പറയുന്നത്. ഇവര് പറയുന്നൊക്കെ കേട്ടിട്ടേ അവളുണ്ടല്ലോ ആ വായാടി, എവിടെ ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവൾ എവിടെ പോയെന്ന് ഞാൻ ചോദിച്ചപ്പോ ആർക്കും അറിയില്ല. അവൾ എന്തായാലും ഈ വീട്ടിലില്ല. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അവസാനം എന്റെ തലയിൽ തന്നെ വന്നല്ലോ ഈശ്വര. അമ്പുനെ പറഞ്ഞു വിട്ട് ഞാനന്ന് പ്രമി അറിഞ്ഞ അവളുടെ ദേഷ്യം മുഴുവൻ എന്റെ നേരെ തീർക്കുന്നുറപ്പ്. ഏഞ്ചു, നിനക്കറിയില്ലല്ലോ അമ്മു എങ്ങോട്ടാ പോയെന്ന്. പക്ഷേ വേദാന്ത്, ഞാൻ മറ്റൊരു രീതിയിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. വേറെ ഏത് രീതിയിൽ? അത് ആളില്ലാത്ത റോഡല്ലേ. ഏതെങ്കിലും വണ്ടി നല്ല സ്പീഡിൽ വരികയാണെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റില്ലേ? അത് ദൂരം തന്നെ മനസ്സിലാവില്ലേ? What do you mean? അതായത് ചേട്ടൻ ഇടിച്ച വണ്ടി ആദ്യം സ്ലോ ആയിട്ടാ വന്നത്. എന്നിട്ടത് പെട്ടെന്ന് സ്പീഡാക്കിയതാണ്. എനിക്കെന്തോ മനഃപൂർവ്വം ആരോ ചേട്ടനെ ടാർഗറ്റ് ചെയ്ത് വണ്ടി ഇടിച്ചതാണെന്നാ തോന്നുന്നത്. What? Are you serious? അതെ വേദാന്ത്, കാർ ആദ്യം സ്ലോ ആയിട്ട് വന്നിട്ട് പിന്നെ സ്പീഡാവുന്നത് ഞാൻ കണ്ടതാ. ഞാനപ്പോ വിക്രാന്തിന് മാത്രമേ നോക്കിയുള്ളൂ. കാറിന്റെ സ്പീഡൊന്നും അപ്പോ ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല. അമ്മ പറഞ്ഞത് ശരിയാണ് ഏട്ടാ. ഇത് ഒരു ഹിറ്റ് ആൻഡ് റൺ കേസല്ല.
അച്ഛനും പങ്കുണ്ടല്ലേ? എനിക്ക് മനസ്സിലായി, ചേച്ചി അച്ഛനോട് പറഞ്ഞിട്ടാണല്ലേ ഇവിടുന്ന് പോയത്. നിന്നോടാ ഞാൻ ചോദിച്ചത്. അവളാണെങ്കി സംസാരിച്ചോണ്ടേ ഇരിക്കുന്നു, നീയാണെങ്കി മിണ്ടുന്ന പോലും ഇല്ല. എല്ലാവരും കൂടി ചേർന്ന് എന്ത് പ്ലാനാ ചെയ്യുന്നേ? അയ്യ, നിനക്കിതിന്റെ ഇടയ്ക്ക് എന്താ പറ്റിയേ? ഇത്ര ചിരിക്കാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചെന്നാ? അല്ല, ഇവളിതെന്താ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നേ? ഇത് നല്ല കഥയായല്ലോ. മക്കൾക്ക് അച്ഛന്റെ മുഖത്തൊക്കെ ചിരിച്ചുകൂടെ? അമ്മ ദേഷ്യപ്പെട്ട മക്കൾ അച്ഛന്റെ അടുത്ത് എന്നല്ലേ പറയേണ്ടത്? ഓ, പക്ഷെ എനിക്കെന്തോ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തോ പങ്കുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. എന്താ, സപ്പോർട്ട് ചെയ്യുവാണോ? എവിടെ പോയി നിങ്ങളുടെ സൽപുത്രി? എനിക്കെങ്ങനെ അറിയാം? എന്താ ഇത്, നിങ്ങൾക്കറിയില്ലെന്ന് ഇത്ര ഈസി ആയിട്ട് പറയുന്നോ? സമയം എത്രയെന്ന് നിങ്ങൾ കണ്ടോ? കല്യാണപ്രായമായ പെണ്ണ ഇതുവരെ വീട്ടിലേക്ക് വന്നില്ലെന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നേ? മക്കൾക്ക് കല്യാണപ്രായമൊക്കെ ആയാല് അവരെ അടച്ചുപൂട്ടി വീട്ടിലിരുത്തണം. എന്തെങ്കിലും അത്യാവശ്യം വന്നുകൊണ്ട് പുറത്തു പോയി കാണും. അത് തന്നെ, എവിടെ പോയി എപ്പോ തിരിച്ചു വരുമെന്നാ ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നേ. ഈ കാര്യത്തെ കുറിച്ച് വീട്ടിലുള്ള ആർക്കെങ്കിലും അറിയാതിരിക്കില്ലല്ലോ. അത് ശരിയാ, അമ്മു അങ്ങനെ പറയാതൊന്നും പോവാറില്ലല്ലോ. അങ്ങനെ അത്യാവശ്യത്തിന് എന്തെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ വീട്ടിലുള്ളവരോട് ഫോൺ വിളിച്ചെങ്കിലും പറയണ്ടേ. ഇപ്പൊ ഒരു അനുസരണയില്ല. അവളെ വീട്ടിലേക്ക് വന്നോട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഒരു പെൺകുട്ടിയാണെന്ന് തന്നെ മറന്നു കളഞ്ഞു. അയ്യോ, എത്ര നന്നായിട്ടാ നിങ്ങളെ അഭിനയിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ, വലിയ സിനിമയിലൊക്കെ വിളിച്ചാലേ എന്ത് നന്നായിട്ട് അഭിനയിക്കുമെന്നറിയോ? ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാ, ഇവിടെ ഒന്നും ഏക്കില്ല. അമ്മ, അച്ഛൻ മാത്രല്ല, അമ്മയ്ക്ക് വേണമെങ്കിൽ സിനിമയില് കോമഡി ഒക്കെ ചെയ്യാലോ. ഒരടി തന്നാലുണ്ടല്ലോ ആദ്യ പ്രസംഗി. അതെ, നിങ്ങളോടാ. എവിടെ പോയി നിങ്ങളുടെ സൽപുത്രി? അവള് നിങ്ങളോട് പറഞ്ഞെന്ന് എനിക്കറിയാം. എവിടെ പോയി അവള്? എന്താ ഈ പറയുന്നത് ആരതി? ഹിറ്റ് ആൻഡ് റൺ അല്ല എന്ന് പറഞ്ഞ? അത് പിന്നെ ഞാൻ പറയുന്നത് കേക്ക്. വിക്രാന്ത് എന്തോ അർജന്റ് കാര്യത്തിന് വേണ്ടി പോയതാ. നിങ്ങൾ എങ്ങോട്ടൊക്കെ പോയത്? അത് മാത്രമല്ല, അത് ആളില്ലാത്തൊരു സ്ഥലമല്ലേ. നിങ്ങളുടെ കാറാണെങ്കിൽ അവിടെ വെച്ച് കംപ്ലൈന്റും ആയി. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? ആരതി, ഇങ്ങോട്ട് നോക്ക്. എല്ലാം സമാധാനമായിട്ട് മോള് പറയും. വിക്കിക്ക് വീട്ടിലിരിക്കുമ്പോ ഒരു കോള് വന്നു. ആ വിളിച്ചയാള് എന്താ പറഞ്ഞെന്ന് വിക്കി എന്നോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. വിക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം തൊട്ട് വല്ലാത്ത ടെൻഷനിലായിരുന്നു. അതുകൊണ്ടാ ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞ് വാശി പിടിച്ചു പോയത്. വിക്കിക്ക് ഒരു താല്പര്യം ഇല്ലാതിരുന്നിട്ട് പോലും ഞാൻ വാശി പിടിച്ച് വിക്കിയുടെ കൂടെ പോയതാ. പക്ഷെ വിക്കി പറയാതെ കാറിൽ നിന്ന് ഇറങ്ങരുതെന്നും എന്താണ് ഏതാണെന്നൊന്നും കാറിൽ വെച്ച് എന്നോട് ചോദിക്കരുതെന്നും വിക്കി എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ വിക്കി പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ചു. വിക്കി അയാളോട് എന്താ സംസാരിച്ചതെന്ന് ഞാൻ കേട്ടതുല്ല, വിക്കി എന്നോട് പറഞ്ഞതുമില്ല. വിക്കി തിരിച്ചു വന്നിട്ടും ഞാനിതൊന്നും ചോദിച്ചില്ല. എനിക്ക് തോന്നുന്നത് ആരും മനഃപൂർവ്വം ഇത് ചെയ്തു എന്ന് തന്നെയാണ് ഏട്ടാ. ഇങ്ങനെയൊക്കെ മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യം എന്താ മോളെ? വിക്രാന്തിന് എന്തെങ്കിലും പറ്റി ആർക്കാ എന്താ ലാഭം? ചേച്ചിക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആരും ഞങ്ങളുടെ കാറ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. വാട്ട്? ഫോളോ ചെയ്തിരുന്നെന്നോ? ആരാ അത്? ആരാണെന്ന് അറിയില്ല ഏട്ടാ. ആരായിരുന്നു അത്? ഇങ്ങനെ ചെയ്ത ആർക്ക് എന്താ ലാഭം? ആർക്കെങ്കിലും ലാഭമുണ്ടോ എന്ന് ആ ഫോളോ ചെയ്തത് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല ഏട്ടാ.
പക്ഷെ വിക്കിക്ക് എന്തോ ഒരു കാര്യം അർജന്റായിട്ട് ചേട്ടനോട് പറയാനുണ്ടെന്നുള്ള ടെൻഷനിലായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. പറ വിക്രാന്ത്. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴോടാ? എവിടെയെന്ന് പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ആ കാര്യം ചേട്ടനോട് പറയാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരെങ്കിലും അത് ചെയ്തതാണെങ്കിലോ? സിസ്റ്റർ, എങ്ങനെയുണ്ട് ഈ പ്രഭാകരൻ? ഇപ്പോഴെങ്കിലും ഞാനൊരു ബ്രില്യൻ്റ് ആണെന്ന് ചേച്ചി സമ്മതിക്കുന്നുണ്ടോ? അതിനു മുമ്പ് വിക്കിയുടെ ജീവൻ പോയോ ഇല്ലയോ എന്നറിയണം. അത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവന് ജീവനുണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ നോക്കിയില്ല. പക്ഷെ വേദാന്ത് അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു. വേദാന്ത് വിക്കി എന്തായാലും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടോ? ഉറപ്പാ. അവൻ ആ സ്പോട്ടിൽ തന്നെ മരിച്ചിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു ആക്സിഡന്റ് എന്ന പേരിൽ ആ കേസ് എന്തായാലും ക്ലോസ് ആയി പോയേനെ. പക്ഷെ അവന്റെ ജീവൻ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാ ഒന്നും ക്ലോസ് ആവില്ല. ഓരോ കാര്യങ്ങളായിട്ട് ഓപ്പണായി വരും. അവൻ അതെല്ലാം വേദാന്തിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എനിക്കും ആ ഡൗട്ട് ഉണ്ട് ചേച്ചി. ഡൗട്ട് ഉണ്ടെങ്കിൽ പകുതി ജീവന് വെച്ചോണ്ട് എന്തിനാ വന്നത്? നിനക്ക് തീർത്ത് കളയാറുന്നില്ലേ? കൊല്ലാൻ വേണ്ടി തന്നെ ഇടിച്ചത്, പക്ഷെ ചത്തില്ല. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനോ? എന്തായാലും ജീവൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. വിക്കിയുടെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവന് ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ പേടിച്ചേ പറ്റൂ. വിക്കിക്ക് അകാല മരണം എത്തിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം. ഇല്ലെങ്കിൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് കയ്യിൽ നിന്ന് വഴുതി പോകും. ശരിയാ സിസ്റ്റർ, അതും ശരി തന്നെയാ. പിന്നെന്തോന്ന് ഇവിടെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? വാ, ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന് നോക്കാം. ശരിയാ ശരിയാ. ചേച്ചി, ഏത് ആശുപത്രിയാന്നുള്ള കാര്യം അറിയില്ലല്ലോ. ഡോക്ടർ, വിക്രാന്തിന് എങ്ങനെയുണ്ട്? അവന്റെ കണ്ടീഷൻ എങ്ങനെയാ? പേഷ്യന്റിന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കല്. ഒരുപാട് സ്ഥലത്ത് ഫ്രാക്ചർ ആയിട്ടുണ്ട്. ഇതുവരെ ഒന്നും പറയാറായിട്ടില്ല. 2 ദിവസം ഒബ്സർവേഷന് കിടക്കട്ടെ, എന്നിട്ട് പറയാം. ഡോക്ടർ, സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഡോക്ടർ. അറ്റ് എനി കോസ്റ്റ് എനിക്ക് എന്റെ അനിയനെ പഴയ പോലെ തിരിച്ചു വേണം. പ്ലീസ് ഡോക്ടർ. തീർച്ചയായും വി വിൽ ട്രൈ. പക്ഷെ ഇപ്പോ ഒരു ട്രീറ്റ്മെന്റും കൊടുക്കാൻ കഴിയില്ല. കാരണം പേഷ്യന്റിന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലായി. പേഷ്യന്റ് ഓൾമോസ്റ്റ് കോമ സ്റ്റേജിലാണ് ഉള്ളത്. വേദാന്തിനെ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് വിക്കി ഏത് ഹോസ്പിറ്റലാണെന്നൊന്ന് കൺഫേം ചെയ്. ചേച്ചി എങ്ങനെ ഇങ്ങനെ ഒരു വലിയ മന്ദബുദ്ധിയായി പോയേ? ഐ മീൻ, കഥയനുസരിച്ച് വിക്കിക്ക് ആക്സിഡന്റ് ഉണ്ടായ കാര്യം നമ്മളിതുവരെ അറിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ വേദാന്തിനെ വിളിച്ച് ഏത് ആശുപത്രിയാണെന്ന് ചോദിച്ചാ വിക്കിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ വേദാന്തിന് ഡൗട്ട് വന്നാൻ സാധ്യതയില്ലേ? ഐ മീൻ, നീ ഇപ്പൊ കറക്റ്റായിട്ടാ ചിന്തിച്ചത്. അന്നേരത്തെ ഷോക്കിൽ ആ കാര്യമൊക്കെ മറന്നുപോയി. ഞാനെങ്ങാനും വേദാന്തിനെ നേരിട്ട് വിളിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ അവ മനസ്സിലാക്കി എല്ലാ തെറ്റും എന്റെ തലയിൽ തന്നെ വന്നേനെ. ഞാൻ വെറുതെയാണോ പറഞ്ഞത്? ഞാനിപ്പോ ആ പഴയ പ്രഭാകരനല്ല എന്ന്. പ്രഭാകരൻ 2.0. ഒന്ന് നിർത്ത്.
വെറുതെ ഇവിടെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിക്കും. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഒന്നും ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്താലും അത് നമ്മുടെ തലയിൽ തന്നെ വരും. വേദാന്ത് അവൻ തന്നെ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് വരെ നമ്മളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. അവൻ ഇങ്ങോട്ട് വിളിക്കാൻ ഇനി എത്ര സമയം എടുക്കുമെന്ന് ആർക്കറിയാം? അതുമല്ല, വിക്കിയുടെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് അറിയേയില്ലല്ലോ. ഇനിയൊരു പക്ഷെ അത്ര സീരിയസ് ആയി അവനൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ലേ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ടെൻഷൻ ആകണ്ട ചേച്ചി. ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ച ഒരു കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. വേദാന്തിന്റെ കോള് വരുമ്പോ സാഡ് മൂഡിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്ത്. അത് മാത്രമല്ല, പോകുന്ന വഴിക്ക് ഒരു ബോട്ടിൽ ഗ്ലിസറിനും കൂടി വാങ്ങിച്ചു വെച്ചോ. കണ്ണിലും മൂക്കിലും ഒക്കെ വാരി തേച്ച് അവിടെ എത്തുമ്പോൾ നന്നായിട്ട് കരയണം. വിക്കിയെ കാണാൻ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, അല്ലെങ്കിൽ നേരെ ശ്മശാനത്തിലേക്ക് പോകാം. ഡോക്ടർ, നിങ്ങൾ അവിടെ ഇനി എന്തൊക്കെ ചെയ്താലും അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്ക് എന്റെ അനിയൻ എന്തായാലും തിരിച്ചു വേണം. ഇവിടെ എക്സ്പേർട്സ് ഒന്നുമില്ലേ? ഇനി വേറെ ഏതെങ്കിലും ഡോക്ടർ വേണമെങ്കിൽ അതും പറയേ. അതോ അവനെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഞങ്ങള്? കാശിന്റെ കാര്യം ഞങ്ങൾക്ക് പ്രശ്നമല്ല ഡോക്ടർ. അതിന് എത്രയാണെങ്കിലും പ്രശ്നമല്ല. ഇനി ഇവിടെ എത്ര ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അതും നിങ്ങൾ പറ, ഞാനത് മാനേജ് ചെയ്യാം. പക്ഷെ എന്റെ അനിയൻ എനിക്ക് തിരിച്ചു വേണം. പ്ലീസ് ഡോക്ടർ. സ്പെഷ്യലിസ്റ്റുകളെല്ലാം ഇവിടെ ഉണ്ട് മിസ്റ്റർ വേദാന്ത്. കാര്യം എന്താന്ന് വെച്ചാ ഏത് സ്പെഷ്യലിസ്റ്റാ വേണ്ടെന്ന് ഇതുവരെ മനസ്സിലായി. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കും. ഡോക്ടർ, എനിക്ക് വിക്കി ഒന്ന് കാണാൻ പറ്റുമോ? എല്ലാവർക്കും പോകാൻ പറ്റില്ല, ഒരാൾ കയറിക്കൊള്ളു. വിക്കി, വിക്കി പ്ലീസ് എഴുന്നേക്ക്. ഞാൻ നിന്റെ ആരതിയെ വിളിക്കുന്നെ. എഴുന്നേക്ക് വിക്കി. ഒരു തവണയെങ്കിലും കണ്ണു തുറന്ന് നോക്ക് വിക്കി.